ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത്. ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം കുറച്ച് ബോട്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇന്ന് വെക്കണം. അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് പോട്ടെ കേട്ടോ. പുറത്ത് ചെറുതായിട്ട് ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഈ മരം കാറ്റും മഴ വന്നപ്പോൾ അങ്ങോട്ടേക്ക് ചാഞ്ഞതാണ് കേട്ടോ. എന്തോ ഭാഗ്യത്തിന് പടച്ചോൻ്റെ കാവലുണ്ടായതുകൊണ്ട് ഫ്രണ്ടിലോട്ട് വന്നില്ല. ഫ്രണ്ടിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടൊക്കെ പൊട്ടി പാളീസായി പോയേനെ കേട്ടോ. മരം മുറിക്കാനുള്ള ആൾക്കാരോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി അതൊക്കെ മുറിച്ച് അവിടെ നിന്ന് ഒഴിവാക്കണം. നമ്മുടെ ലിയക്കുട്ടി ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അവൾ ഉണരുമ്പോഴേക്കും നമ്മുടെ ബൂട്ടിയൊക്കെ മുറിച്ച് സെറ്റാക്കി എടുക്കണം. ബോട്ട് ക്ലീൻ ആക്കിയിട്ട് തന്നെയായിരുന്നു കേട്ടോ അവർ തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതൊന്ന് മുറിച്ചെടുക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി അതൊന്ന് കുറച്ച് നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം കേട്ടോ. ആ നേരം കൊണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുള്ളിയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം. ചതക്കാനുള്ളത് അതൊന്ന് ശരിയാക്കി എടുക്കട്ടെ. ഇനി ചൂടുവെള്ളത്തിലിട്ട് വെച്ച ബോട്ടി നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. ആ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കുക. പിന്നെ വീണ്ടും ചൂടുവെള്ളം പാർന്നിട്ട് ഒരു 2-3 പ്രാവശ്യം കൂടി കഴുകുന്നത് നല്ലതാണ് കേട്ടോ. ഞാനങ്ങനെ കഴുകിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പച്ചവെള്ളത്തിലും കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നല്ല ചൂടുണ്ട് കേട്ടോ ഈ വെള്ളത്തിന്. കുക്കറിലിട്ടിട്ടാണ് കേട്ടോ ബോട്ടി വേവിച്ചെടുക്കുന്നത്. നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ബോട്ടി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ കൈക്കൊണ്ടൊന്ന് നെക്കിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി 2 ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ ടേസ്റ്റ്. വലിയ ജീരകം പൊടിച്ചെടുത്തത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയും കൂടെ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ചെറുള്ളി ഇവയൊക്കെ ചതച്ചെടുത്തതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കൈകൊണ്ട് ഇളക്കിയെടുക്കുക. ഇതിലേക്ക് വെള്ളമൊന്നും അധികം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ചെറിയ ജാറൊന്ന് കഴുകിയ കുറച്ച് വെള്ളം മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 8-10 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. ബോട്ടി വേവുമ്പോഴേക്കും ചോറിനുള്ള വെള്ളം അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ ലിയക്കുട്ടി ഉണർന്നിട്ടില്ല. അവൾ ഉണർന്നാൽ അവളെ കൊണ്ട് പണിയെടുക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അവളെ ഉണരുമ്പോഴേക്കും പണികളൊക്കെ ഒന്ന് ഒതുക്കി എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ എടുക്കുന്നത്. അങ്ങനെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അതവിടെ കിടന്ന് തിളച്ചോളും. അങ്ങനെ നമ്മുടെ ലിയക്കുട്ടി ഉണർന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ പണികളൊക്കെ തീരുന്നതിന് മുന്നേ തന്നെ അവൾ ഉണർന്നു. അവളെ കരച്ചിലൊക്കെ മാറ്റി അവൾക്ക് കഴിക്കാനൊക്കെ കൊടുത്ത് മക്കൾസിനെ ഏൽപ്പിച്ചിട്ടോ. ഇനി കുറച്ച് നേരം അവർ നോക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ അടുക്കളയിലോട്ട് പോന്നു. അരിയൊക്കെ കഴുകിയിട്ടിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ബോട്ടിയും 10 വിസിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് തുറന്ന് നോക്കിയപ്പോൾ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് തൂമിച്ചെടുക്കണം. ബോട്ടി പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തൂമിച്ചെടുക്കണം. അതിന് വേണ്ടി ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് ചെറുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണ തന്നെ യൂസാക്കാൻ നോക്കുക. ഓയിലാണെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. വഴന്ന് വരുമ്പോൾ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ടൈമിൽ മുളകൊക്കെ കുറവുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് വഴറ്റി കൊടുത്താൽ മതി.
അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിട്ടുള്ള ബോട്ടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ചെറുള്ളിയിൽ തൂമിച്ചെടുക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. അധികം ഞാൻ ചെറുള്ളിയാണ് യൂസ് ആക്കാറ്. സവോള ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ചെറുള്ളിയാണ്. ഇനി ഇതിലേക്ക് എന്തെങ്കിലും ഒരു കറിയും കൂടെ വേണം കേട്ടോ. കുറച്ച് മുരിങ്ങയുടെ ഇല നമ്മുടെ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. ഒന്ന് അതെടുത്തിട്ട് ഒരു മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ വീട്ടിൽ മുരിങ്ങയുടെ മരമൊന്നുമില്ല. എൻ്റെ ഉമ്മ വീട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതായിരുന്നു. അത് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് കൂടുതൽ. ഇനി ഇതിലേക്ക് ചെറുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇതിൽ വഴന്ന് വരുമ്പോൾ കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. കഞ്ഞിവെള്ളമാണ് ഞാൻ അധികം യൂസ് ആക്കാറ്. ചിലർ പച്ചവെള്ളത്തിൽ താളിക്കുന്നവരും ഉണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് കഞ്ഞിവെള്ളത്തിലാണ്. ഇനി കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് തിളച്ച് വരുമ്പോൾ നമ്മുടെ മുരിങ്ങയുടെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുക. മുരിങ്ങയുടെ ഇല കഴുകിയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. ഇതിന് അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഒരു 2-3 തള തിളക്കുമ്പോൾ തന്നെ ഇത് വേവ് കേട്ടോ. അങ്ങനെ നമ്മുടെ മുരിങ്ങയുടെ ഇലയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചോറിന് കറി മുരിങ്ങ താളിപ്പും നമ്മുടെ ബോട്ടി വരട്ടിയതും. പണികളൊക്കെ ഒന്ന് കഴിഞ്ഞ് വന്നപ്പോഴേക്കും മഗ്‌രിബിന് ബാങ്ക് കൊടുത്തു കേട്ടോ. ഇനി നിസ്കരിക്കണം. അപ്പോഴേക്കും ചെറിയ പണി കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. താങ്ക്